തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ചൂടും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഓർമ്മകളും ഇരുണ്ടുകൂടുന്ന ഒരു ഇടമാണ് കുണ്ടറ. ഒരുപാട് പ്രത്യേകതകൾ കുണ്ടറയ്ക്കുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സാർ, കുണ്ടറ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒന്ന് കുണ്ടറ വിളംബരം ഇതിനപ്പുറം വേറെ ഒന്നും കുണ്ടറയെ പറ്റിയില്ല. പിന്നെ എനിക്ക് വരുന്നത് അവിടെ ഈ കളിമൺ ഉണ്ട്, ധാരാളം കളിമൺ ഫാക്ടറിയും ഉണ്ടല്ലോ. അതിനൊക്കെ പ്രത്യേക ഒരു മണ്ണാണ് അവിടെ ഉള്ളത്. ഈ ഇത്തിക്കര ആറിൻ്റെയൊക്കെ തീരത്ത് ഒരു പ്രത്യേക വിഭാഗമാണ്. അതൊരു ഇതാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുമ്പോൾ കൊട്ടിയത്ത് നിന്ന് തിരിഞ്ഞു പോകണം. പിന്നെ പോയ തവണ മെഴ്സിക്കുട്ടിയാണ് പരാജയപ്പെട്ടത് അല്ലേ. ഇതിൻ്റെ ഈ കൊല്ലം നഗരത്തിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാറിയാണ്, കിഴക്കായിട്ടാണ്, അഷ്ടമുടിക്കായലിൻ്റെ തീരത്തായിട്ടാണ് ചുറ്റപ്പെട്ട് കിടക്കുന്ന ചെറിയ കുന്നുകളും താഴ്വരകളും ഒക്കെയുള്ള ഈ മൺറോത്തുരുത്തൊക്കെ ഈ ഇതിൽ വരുന്നതാണ്. ടൂറിസത്തിന് വലിയ സാധ്യത ഉള്ള ഇടമാണ്. പിന്നെ അതുപോലെ തന്നെ കുണ്ടറ, എളമ്പല്ലൂർ, കൊറ്റങ്കര, നെടുമ്പന, പേരയം, പെരിനാട്, തൃക്കോവിൽവട്ടം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് ഈ കുണ്ടറ വിളംബരം എന്ന് പറയുമ്പോഴേ നമ്മൾ ഓർക്കേണ്ടത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ ഏടാണത്. എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരോട് നേരിട്ട് വെല്ലുവിളിക്കുന്ന ഒരു മലയാളി എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ബ്രിട്ടീഷുകാരോട്, അന്നത്തെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തോട് ഇവിടെ ഒരു വാളം വെച്ചുകൊണ്ടൊരു പിന്നെ പ്രധാനമന്ത്രി, ബ്രിട്ടീഷ് തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രി ബ്രിട്ടീഷുകാരെ ഇങ്ങനെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് അവർ തന്നെ ഞെട്ടിപ്പോയി. അങ്ങനെ ഒരാള് നമ്മളെ വെല്ലുവിളിക്കുന്നു. 1857 ഏതാണ്ട് ഒരു 50 വർഷം മുമ്പാണിത്. അതാണ് ആ കാലഘട്ടം കൂടെയാണ് ആലോചിക്കേണ്ടത്. പിന്നെ വ്യവസായങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. കശുവണ്ടി തൊഴിലാളികളും ഒക്കെ ധാരാളം. അതിനേക്കാൾ വ്യവസായികൾ പറയുമ്പോൾ അലുമിനിയം ഇൻഡസ്ട്രീസ്, അലിന്റെ കുണ്ടറ അലിന്റെ ഓട് ഫാക്ടറി ധാരാളം ഉണ്ടായി. ഓട് ഫാക്ടറി ഉണ്ട്. ടൈൽ ഫാക്ടറീസ് അവിടുന്നാണ്. പിന്നെ ടൈൽ ഫാക്ടറികൾ, ഈ അലുമിനിയം ഇൻഡസ്ട്രീസ് വളരെ പ്രധാനമായിരുന്നു. അത് കേരളത്തിൽ KSEBക്ക് ലൈൻ വലിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ പിന്നെ ലൈനിന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്തിരുന്നത് ഇവിടുന്നാണ്. ഈ ചെങ്ങന്നൂരിൽ പിന്നെ തോറ്റ് അങ്ങനെ നിന്ന PC വിഷ്ണുനാഥിന് കേരളത്തിൽ ശക്തമായ LDF തരംഗം ഉണ്ടായപ്പോൾ പോലും കൊല്ലം ജില്ലയിൽ 2 മണ്ഡലങ്ങൾ UDFന് അനുകൂലമായിട്ട് വന്നു. ഒന്ന് കരുനാഗപ്പള്ളി, മറ്റൊന്ന് കുണ്ടറ. നോക്കട്ടെ, ആ LDF തരംഗത്തിൽ പോലും മെഴ്സിക്കുട്ടിയമ്മ വീണുപോയതാണ് അതേവരെ ഞെട്ടിപ്പിച്ചത്. 2 കാര്യങ്ങളുണ്ട്. മെഴ്സിക്കുട്ടിയമ്മയോട് CPMന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിന് ചെറിയൊരു അതൃപ്തി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒന്ന് VS, പിന്നെ VSന്റെ ഒരു അനുഭവമോ എന്തോ ഒരു പ്രശ്നം അവിടെ കിടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നൊന്ന് മെഴ്സിക്കുട്ടിയമ്മ ഇച്ചിരി ഒരു ധാർഷ്ട്യം ഇടയ്ക്ക് കാണിച്ചതായി സംശയം പറയുന്നവരും ഉണ്ട്. അവരുടെ ഒരു മനോഭാവത്തിൽ പഴയ രീതിയിൽ നിന്ന് മാറി ഇച്ചിരി തോൽവിക്കുള്ള ഒരു കാരണം പ്രധാനം എന്ന് പറയുന്നത് ആഴക്കടൽ, അതൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ടെങ്കിലും ആ ജനങ്ങളൊരു അതൃപ്തി വരുന്ന രീതിയിൽ മെഴ്സിക്കുട്ടിയമ്മ പെരുമാറിയോ എന്ന് സംശയിക്കുന്ന ഒരു വലിയ വിഭാഗം അവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അക്കാലത്തെ മുന്നണി യോഗങ്ങളിലും ഒക്കെ വളരെ കൃത്യമായി സംസാരിച്ചതിന്റെ വാർത്തകളും മറ്റും മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. പക്ഷെ ഇപ്പൊ PC വിഷ്ണുനാഥ് വലിയ പിന്നെ ഒരു അതുകൊണ്ട് ഈ കുണ്ടറ മണ്ഡലത്തിന്റെ കണക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി, കുണ്ടറ മണ്ഡലത്തിൽ നമ്മുടെ പഴയ പേര് സാറത്ത് പറയുമ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചതാണ് പെരിനാടെന്നായിരുന്നു. പെരിനാടാണ് കുണ്ടറ പെരിനാടാണ്. അത് എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചാൽ പത്തനംതിട്ട ജില്ലയിൽ ഒരു പെരുന്നാടുണ്ട്. അത് ശബരിമലയ്ക്ക് സമീപം. ഇത് പെരിനാട്, പെരുമൺ ദുരന്തത്തിന്റെ അടുത്തുള്ള പെരിനാട്. അപ്പോൾ ഈ മണ്ഡലം പൊതുവെ നോക്കുമ്പോൾ 14 തവണ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ആയിട്ട് 14 തവണ നടന്നതിൽ 7 പ്രാവശ്യം CPMനും കിട്ടിയിട്ടുണ്ട്, 7 പ്രാവശ്യം കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത. അതിൽ 1970 മുതൽ 77 വരെയും 77-80ലും 2 പ്രാവശ്യമായിട്ട് റഹീം, ഇന്നത്തെ റഹീം അല്ല, പഴയ കോൺഗ്രസിൻ്റെ പ്രഗത്ഭനായ നേതാവ് റഹീം അവിടെ വിജയിച്ചിട്ടുണ്ട്. പിന്നെ വിജയിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ജയിച്ചിട്ടുള്ളത് മെഴ്സിക്കുട്ടിയമ്മയാണ്. മെഴ്സിക്കുട്ടിയമ്മ 1987, 96, 2016 ഇങ്ങനെ 3 പ്രാവശ്യം മെഴ്സിക്കുട്ടിയമ്മ ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് ചെങ്കൊടി പാറിച്ച ആൾ പ്രധാനം നമ്മുടെ ഇന്നത്തെ CPM പാർട്ടി സെക്രട്ടറി, അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയാണ്.
MAV 2006-ലും 2011-ലും 2 പ്രാവശ്യം ഇവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരേ അന്നാണ് ഒരേ 2006 അന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി മന്ത്രിയായും അതെ മന്ത്രിസഭയിൽ 2006-ൽ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. ഇനി 2016-ലെ 2021-ലെ നമ്മൾ ആ വോട്ടിംഗ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, വോട്ടിംഗ് രീതി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, മേഴ്സിക്കുട്ടി അമ്മയായിരുന്നു 2016-ൽ CPM-ന് വേണ്ടി മത്സരിച്ചത്. മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് 51.81% വോട്ട് കിട്ടി. 79,047 വോട്ടാണ് കിട്ടിയത്. അന്ന് മത്സരിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ പലയിടത്ത് നിന്ന് മത്സരിച്ചിട്ട് ഒരിക്കലും വിജയിക്കാത്ത ഒരാളാണ്. പക്ഷേ കാസർഗോഡ് ചെന്ന് ആ കുറിയും കൂടെ ഒന്ന് മായ്ച്ചപ്പോൾ അതുകൊണ്ട് MI ഷാനവാസ് വയനാട് പോയതുപോലെ അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനെ വയനാട് പിന്നെ ഏത് കാസർഗോഡ് എടുത്തു എന്തായാലും. അപ്പൊ ഇവിടെ പക്ഷേ അടി പറ്റിപ്പോയി. ഇവിടെ മേഴ്സിക്കുട്ടി അമ്മയോട് അദ്ദേഹം ദയനീയ പരാജയമാണ്. അതായത് 51% മേളിലോട്ട് മേഴ്സിക്കുട്ടിയമ്മ കിട്ടിയപ്പോൾ ഇദ്ദേഹത്തിന് 31% അടുപ്പിച്ചേ കിട്ടിയുള്ളൂ. അതെനിക്കും സാർ കൊണ്ടിറക്കാം. പിന്നെ കൊല്ലംകാർക്ക് രാജ്മോഹൻ ഉണ്ണിത്താനെ ഭംഗിയായിട്ട് അറിയാം. കുറവുണ്ട്. 48,587 വോട്ടേ കിട്ടിയുള്ളൂ. മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് 79,047 വോട്ട് കിട്ടി. അവിടെ MS ശ്യാംകുമാർ എന്ന് പറഞ്ഞ BJP-യുടെ സ്ഥാനാർത്ഥി 2016-ൽ നിന്ന് 20,257 വോട്ട് പിടിച്ചു. 13.28% അദ്ദേഹത്തിന് വോട്ട് കിട്ടിയത്. 2011-ൽ പിന്നെ ഇതിന് മുമ്പത്തേത് അന്ന് MA ബേബിയാണ് മത്സരിച്ചിരുന്നത് CPM-ന് വേണ്ടിയിട്ട്. MA ബേബി 67,135 വോട്ട് പിടിച്ചു. 52% പുറത്ത് 52.48% കിട്ടി. P. ജെർമിയാസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത്. 52,342 വോട്ട് കിട്ടി. അന്ന് BJP-ക്ക് വെള്ളിമൺ ദിലീപ് മത്സരിച്ചു. 5,590 വോട്ടാണ് കിട്ടിയത്. അപ്പോൾ ആ BJP-യുടെ ജമ്പ് നോക്കണം. 2011-ൽ 5,590 കിട്ടിയെടുത്ത് 2016 ആയപ്പോൾ 20,000 ചിലവിന് വോട്ടായിട്ട് മാറി. പിന്നെ 2021-ലാണ്. 2021-ൽ വീണ്ടും മേഴ്സിക്കുട്ടി അമ്മയാണ് മത്സരിക്കുന്നത്. മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് നേരത്തെ പിടിച്ച പോലത്തെ ഏതാണ്ട് വോട്ട് കിട്ടി. 71,882 വോട്ട് കിട്ടി. പക്ഷേ വോട്ടിംഗ് ശതമാനം വളരെ കുറഞ്ഞു, 45.96 വിഷ്ണുനാഥിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് യുവത്വത്തിൻ്റെ പ്രതീകം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇറങ്ങി മണ്ഡലം ഇളക്കി മറിച്ച് പ്രചരണമൊക്കെ ആയിട്ട് 76,405 വോട്ട് മേഴ്സിക്കുട്ടി അമ്മയേക്കാൾ 5,000 മേലെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കിട്ടിയതാണ്. 48.85% കിട്ടി. പക്ഷേ അവിടെ ആ സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, BDJS-ന് ആ സീറ്റ് കൊടുത്തു. അപ്പോൾ 20,257 വോട്ട് കിട്ടിയിരുന്ന BJP അവിടെ BDJS-ന്റെ സ്ഥാനാർത്ഥി വന്നപ്പോൾ 6,100 ചുരുങ്ങി. അവിടെ നമ്മൾ നോക്കേണ്ടത് 11 അത് വലിയൊരു പതനമല്ലേ? വലിയ പതനം. 13.28% ഉണ്ടായിരുന്നത് വെറും 3.9% ആയിട്ട്. അതായത് 20,000 വോട്ട് പിടിച്ച ഇതാണ്. 20,257 വോട്ട് പിടിച്ചെടുത്ത് BDJS വന്നപ്പോൾ 6,100 ചുരുങ്ങി. അത് 11-ൽ 5,000 ചിലവാൻ വോട്ടിൽ നിന്നാണ് 20,000 പോയത്. അതെ, അതിന് മുമ്പ് നേരെ തിരിച്ച് 21-ൽ വന്നു എന്നുള്ളതാണ്. BDJS-ന് അവിടെ വലിയ സ്ഥാനമൊന്നും ഇല്ല, പ്രശ്നമാണ്. അതായിരിക്കാം ഒരു പക്ഷേ വന്നിട്ടുള്ളത്. പിന്നെ വേറൊന്ന്, വിഷ്ണുനാഥിന് വിജയിക്കട്ടെ എന്ന് വിചാരിച്ച് ഈ മേഴ്സിക്കുട്ടി അമ്മ പൊട്ടേണ്ടത് ആവശ്യമാണെന്ന് BJP-ക്കാർക്ക് ഒരു വലിയ വേറെ കാര്യം ഓർക്കണം. തൊട്ട് ചേർന്ന് കിടക്കുന്ന ചാത്തന്നൂർ മണ്ഡലത്തിൽ BJP 2ാം സ്ഥാനത്താണ്. വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നതോടുകൂടിയാണ്. പക്ഷെ മാത്രമല്ല സാർ, ഈ എനിക്ക് തോന്നുന്നു മേഴ്സിക്കുട്ടി അമ്മയോടുള്ള പാർട്ടിയുടെ ചില പിണക്കങ്ങളും ചിലപ്പോൾ വോട്ടുകളായി അതും വിഷ്ണുനാഥിന് ഗുണം ചെയ്തിട്ടുണ്ടാവാം. എന്തായാലും വിഷ്ണുനാഥ് 5,000 അടുപ്പിച്ച് വോട്ട് അവിടെ ഭൂരിപക്ഷം പിടിച്ചു. 4,511 വോട്ട്. 30,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിന്നാണത് മറിച്ച് 5,000-ഓളം ഭൂരിപക്ഷത്തിലേക്ക് വന്നത്. അപ്പോൾ ഇത്തവണ കൊല്ലത്തേക്ക് മാറ്റാനുള്ള ചെറിയ ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. കാരണം കൊല്ലത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ സുരക്ഷിതമാണ് എന്നുള്ള രീതിയിൽ. കാരണം അവിടെ LDF-ന് ഒരു വലിയ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അല്ല, ഈ മണ്ഡലം പിടിക്കാൻ പറ്റിയ ഒരാളാണ് വിഷ്ണുനാഥ്. വിഷ്ണുനാഥിന് അത്തരത്തിലൊരു കഴിവുണ്ട്. ഒരു തോൽവി വന്നതിന് ശേഷമാണ് പിന്നീട് ഒരു പാഠം പഠിച്ചെന്നുള്ളത്. അല്ല, മറ്റു പലർക്കും ഉള്ള പോലെ ഉള്ള ഒരു മോശപ്പെട്ട പേര് വിഷ്ണുനാഥിന്റെ ഇല്ല. മറ്റ് പല കോൺഗ്രസ് ചെറുപ്പക്കാർക്കും ഉള്ള ഒരു ദുഷ്പേര് ഇല്ലാത്ത ഒരാളാണ് വിഷ്ണുനാഥ്. ജനങ്ങളുമായിട്ട് ഇടപഴകുന്നതിൽ നല്ല സൗമ്യമായ പെരുമാറ്റം, അതൊക്കെയാണ്. അപ്പൊ മേഴ്സിക്കുട്ടിയമ്മയും
വിഷ്ണുനാഥ് നിന്നപ്പോൾ അവിടെ ജനം അവർ താരതമ്യം ചെയ്തു. മാർക്കിട്ടത് അതാണ്. അഹങ്കാരം ഉള്ളതും ഇല്ലാത്തതും എന്നുള്ള രീതിയിൽ അന്ന് മാർക്കിട്ടു. മാത്രമല്ല ചെറുപ്പക്കാരും മുതിർന്നവരുമായിട്ട് ഒരേ തരത്തിൽ ബന്ധപ്പെട്ട് പോകാൻ വളരെ സമർത്ഥനാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് പാർലമെന്റ് പാർലമെന്റിലേക്ക് നോക്കിയാൽ കുണ്ടറ നിയമസഭാ മണ്ഡലത്തിൽ ലഭിച്ച വോട്ട് UDF 2019 ലഭിച്ചത് 52.5% വോട്ടുകളാണ് UDF ലഭിച്ചത്. 79,217. 36.4% 2019 LDF ലഭിച്ചു. 54,908 വോട്ടുകളാണ് ലഭിച്ചത്. NDAക്ക് 14,696, 9.7%. ഇത് നേരെ 24 വരുമ്പോൾ UDF 50 കുറച്ച് കുറഞ്ഞു, 50.3 72,496 വോട്ട്. LDF 31.5 LDF ലഭിച്ചത്. നല്ല വ്യത്യാസം കുറവുണ്ട് അവർക്ക്. 47,391 വോട്ടുകളാണ്. പക്ഷേ 9.7 നിന്നും NDA 16.5 അവർക്ക് അവരുടെ നിലവാരം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നത് NDAയുടെ വളർച്ചയാണ്. നമ്മൾ ആവർത്തിച്ചത് പല മണ്ഡലങ്ങളിലും ഇത് ചൂണ്ടിക്കാണിക്കുന്നത് പറ്റുന്നതുകൊണ്ടല്ല. സ്വാഭാവികമായും കേരളത്തിൽ ഒരു മൂന്നാം മുന്നണി സ്വാഭാവികമായി രൂപപ്പെട്ടു വരുന്നു എന്ന് ഞങ്ങൾക്ക് പ്രേക്ഷകരെ അറിയിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ് നമ്മൾ സാധാരണഗതിയിൽ വളരെ നെഗ്ലക്റ്റ് ചെയ്ത് പോകാവുന്ന ഒരു അവസ്ഥയിലല്ല കാര്യങ്ങൾ. ക്രമേണ വർദ്ധിപ്പിച്ച് വരുന്നുണ്ട് മൂന്നാം മുന്നണിക്ക് സാധ്യത. അത് നമ്മുടെ പ്രേക്ഷകരെ കൂടി നമ്മൾ അറിയിക്കുക കൂടിയാണ്. കൂടുതൽ പോരാട്ടം നിയമസഭയിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഇത് കാണിക്കുന്നുണ്ട് സാർ. അങ്ങനെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ സാർ സൂചിപ്പിച്ചായിരുന്നു. ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഞാൻ നോക്കിയപ്പോൾ 2025 പൊതുവിലുള്ള പല വാർഡുകളിലെയും വോട്ടുകൾ എണ്ണി നോക്കിയപ്പോൾ അതിൽ LDF 59,564 വോട്ടാണ് കിട്ടിയത്. UDF 55,053. അപ്പോൾ ഇവിടെ ഇപ്പോൾ LDF ശകലം മേൽക്കോയ്മ വന്നിരിക്കുന്നത്. 4,500 ചില്ലാനം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ ഉണ്ട്. എന്നാൽ BJP അവിടെ ഒരു ജമ്പ് നടത്തിയിരിക്കുകയാണ്. അതായത് 2021 6,100 ഉണ്ടായിരുന്ന വോട്ട് BJP 33,820 മാറ്റിയിരിക്കുന്നു. അതായത് അവരുടെ 16 അവർ നേടിയ 20,000 കവച്ചു വെച്ചുകൊണ്ട് ഏതാണ്ട് 13,000 വോട്ട് അവർ കൂടുതൽ വാങ്ങിച്ച് 33,820, ഏതാണ്ട് 34,000 അടുപ്പിച്ച് വോട്ട് അവരെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ അത് നല്ലൊരു ഫൈറ്റിനുള്ള ഒരു മണ്ഡലമാണ്. മാത്രമല്ല ഈ അടുത്ത കാലത്ത് ഞാൻ ആ പ്രദേശങ്ങളിലേക്ക് മണ്ഡലം തീർത്തു. അപ്പോൾ അവിടെ ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളത് വളരെ കൃത്യമായി ചോദിച്ചു. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ അവർക്ക് വീഡിയോയ്ക്ക് ക്യാമറയ്ക്ക് മുന്നിൽ അവർ തുറന്നു പറഞ്ഞു ഇക്കുറി ഞങ്ങളുടെ വോട്ട് വിജയിപ്പിക്കുകയാണെന്ന്. ഞാൻ അതിശയിച്ചു പോയി. ഒരുപാട് പേര് തുറന്നു പറഞ്ഞു. അവരെ അങ്ങനെ ആവേശം കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴും അങ്ങനെ ഒരു പറച്ചിൽ അവിടെ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ അവർക്ക് യാതൊരു മടിയില്ല. ആ മാറ്റങ്ങളായിരിക്കും അവർ പക്ഷേ ഈ വോട്ട് പഞ്ചായത്തിൽ കണ്ടത്. വലിയ വ്യത്യാസമാണ്. 33,820 എന്ന് പറഞ്ഞാൽ 34,000 വോട്ടോളം ആയില്ലേ. അപ്പോൾ അത് ഏകദേശം ഒരു ത്രികോണ മത്സരത്തിനുള്ള നല്ലൊരു കാൻഡിഡേറ്റിനും കൂടെ നിർത്തുകയാണെങ്കിൽ കുണ്ടറയിൽ BJPക്ക് ഒരു ത്രികോണ മത്സരത്തിന് ഒരു കളമൊരുങ്ങുന്ന സ്ഥലമാണ്. ഒന്നാമത് പിടിച്ചില്ലെങ്കിലും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയ ഒരു ഇടമാണ് എന്നുള്ളതാണ്.